إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ജീവിതത്തിൽ 13 വർഷമാണ് അവിടുന്ന് മക്കയിൽ ചെലവഴിച്ചത്. ആ 13 വർഷത്തെ കാലയളവിൽ ഏകദേശം 11ാമത്തെ വർഷമാണ് ഇസ്രാഉം മിഅ്റാജും എന്ന മഹത്തായ ഒരു അത്ഭുത യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തൻ്റെ സമൂഹത്തിൽ പ്രവാചകൻ എന്ന നിലയിൽ തനിക്കുള്ള പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കെ വ്യക്തിപരമായി താൻ അനുഭവിക്കേണ്ടി വന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചും പ്രവാചകന് ആത്മവിശ്വാസം പകർന്നുമാണ് പ്രസ്തുത യാത്ര സംഭവിച്ചത് എന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ യാത്ര? ഈ യാത്രയുടെ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് വാഹനത്തിലായിരുന്നു ആ യാത്ര നടന്നത്? ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് എന്തൊക്കെയാണ് സംഭവിച്ചത്? വിവിധ പ്രവാചകന്മാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തെല്ലാമാണ് സംസാരിച്ചത്? പ്രവാചകൻ സിദ്റത്തുൽ മുൻതഹ കണ്ടത്, ബൈത്തുൽ മഅമൂർ കണ്ടത്, അള്ളാഹുവുമായി സംഭാഷണം നടത്തിയത്, 5 വക്ത് നമസ്കാരങ്ങൾ നിർബന്ധമായത്, അങ്ങനെ വ്യത്യസ്തമായ 15ഓളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഉണ്ടായിരുന്നു എന്നത് കഴിഞ്ഞ 2 ഖുത്ബകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിൽ ഈ അനിതര സാധാരണമായ ഈ യാത്രയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുഭവങ്ങൾ ആളുകളോട് പങ്കുവെക്കാൻ ഒരുങ്ങി. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഈ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചപ്പോൾ അതോടനുബന്ധിച്ച് മക്കയിൽ ചില കോലാഹലങ്ങൾ ഉണ്ടായി. പ്രധാനമായി 3 രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്നുണ്ടായത്. ഒന്നാമത്തേത് മക്കയിലെ കുഫാറുകളായിരുന്നു. അല്ലദീന ഇസ്ദാദു കുഫ്റൻ ഇലാ കുഫ്രിഹിം. നാളിതുവരെ പ്രവാചകനെ അധിക്ഷേപിക്കുകയും പ്രവാചകനെ ധിക്കരിക്കുകയും ചെയ്ത അവരുടെ കുഫറിന്റെ നിലപാട് ഇരട്ടിയാകുന്ന സാഹചര്യമാണ് ഇസ്രാ മിഅ്റാജിന് ശേഷമുണ്ടായത്. രണ്ടാമത്തെ ഒരു കൂട്ടർ മജ്മുഅത്തുൻ മിനൽ മുസ്ലിമീൻ
അല്ലദീന ലം യസ്തൗഇബു മുഅ്ജിസത്തൽ ഇസ്റാഇ വൽ മിഅ്റാജ്. അത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവർ, വിരലിലെണ്ണാവുന്ന ഏതാനും ചില ആളുകൾ, അവർക്ക് ഇസ്റാഉം മിഅ്റാജും വിശ്വസിക്കുന്നതിൽ ചില പ്രയാസമുണ്ടായി. അത് വിശ്വസിക്കുന്നത് ഒരു ന്യൂനത പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഫർതദ്ദു ബഅദ ഈമാനിഹിം കുഫാറ. അവർ ഈമാനുള്ള അവസ്ഥക്ക് ശേഷം മുർത്തദ്ദുകളായി മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അവരുടെ പേരുകൾ പോലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എന്തൊരു കാര്യവും ആയുധമായി സ്വീകരിക്കാൻ ഒരുങ്ങിയ മുശ്രിക്കുകൾ പോലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളൊക്കെ ഇസ്രാ മിറാജിന് ശേഷം പിന്തിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തർക്ക വിഷയമാക്കി വിവാദം വിഷയമായി കൊണ്ടുവരിക പോലും ചെയ്തിട്ടില്ല. അത്രമാത്രം അപഹാസ്യതയോട് കൂടിയാണ് അവർ പിന്തിരിഞ്ഞു പോയത്. മൂന്നാമത്തെ ഒരു വിഭാഗം ഫഹുവ ഖിസ്മുൽ മുഅ്മിനീൻ അല്ലദീന ഇസ്ദാദു ഈമാനൻ അലാ ഈമാനിഹിം. മൂന്നാമത്തെ വിഭാഗം വിശ്വാസികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചപ്പോൾ അവരുടെ ഈമാൻ ഇരട്ടിയായി വർദ്ധിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നാണ്. ഈ വിഷയത്തിൽ ഹദീസുകളിൽ വന്ന രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ആ അനുഭവങ്ങൾ പങ്കുവച്ച ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിഅ്റാജിന്റെ ഇസ്രാഇന്റെ സംഭവങ്ങൾ ആളുകളോട് പറഞ്ഞപ്പോൾ വഅറഫ്തു അന്നന്നാസ മുകദ്ദിബിയ, ആളുകളൊക്കെ എന്നെ കളവാക്കുകയാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഫഖഅത്തു മുഅ്തസിലൻ ഹസീന, ഞാൻ ഒരു ഭാഗത്ത് ദുഃഖിതനായി സങ്കടപ്പെട്ട് മാറിയിരുന്നു. ആ സമയത്താണ് അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹൽ കടന്നു വരുന്നത്. ഫഖാല ലഹു കൽ മുസ്തഹ്സി, പ്രവാചകനോട് അബൂജഹൽ പരിഹാസത്തോട് കൂടി ചോദിച്ചു, ഹൽ കാന മിൻ ഷൈഇൻ, എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നലെ രാത്രി എന്തൊക്കെയോ നടന്നു എന്ന് നിങ്ങൾ പറഞ്ഞതായി കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്നലെ ചില സംഭവങ്ങൾ ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഉസ്രിയ ബി അല്ലൈല, ഇന്നലെ രാത്രി നിശാപ്രയാണം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മുഹമ്മദേ, നീ എന്താ പറയുന്നത്? ഒരു രാത്രി ഒരു മാസം വഴി ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിൽ പോയി തിരിച്ചു വന്ന് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നീ നിൽക്കുന്നുണ്ട് എന്നാണോ നീ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സമയത്ത് അബൂജഹല് ഒരു വെല്ലുവിളി വരെ ചോദിച്ചു, അറഅയ്ത ഇൻ ദഅഉതു ഖൗമക തുഹദ്ദിസുഹും മാ ഹദ്ദസ്തനി, നീ എന്നോട് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഇത് നിന്റെ സ്വന്തം ആളുകളോട് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ നിന്റെ ആളുകളെ വിളിച്ചു കൂട്ടട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഹയ്യാ മഅശറ ബനി കഅബ് ബിൻ ലുഅയ്, കഅബ് ബിൻ ലുഅയിന്റെ ആ ഗോത്രത്തെ അദ്ദേഹം വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ അവരെത്തിയ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ പറഞ്ഞു, ഹദ്ദിസ് ഖൗമക ബിമാ ഹദ്ദസ്തനി, അല്പസമയം മുമ്പ് നീ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഇവരോട് താങ്കൾ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി നിശാപ്രയാണം ഇസ്രാ നടക്കുകയുണ്ടായി. അവർ ചോദിച്ചു, എങ്ങോട്ടാണ് പോയത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണെന്ന് റസൂലുള്ളാഹി മറുപടി പറഞ്ഞു. ആ സമയത്ത് അവരും പരിഹസിച്ചു ചോദിച്ചു, സുമ്മ അസ്ബഹ്ത ബൈന ളുഹ്റാനൈന, നീ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ തിരിച്ചെത്തി എന്നാണോ മുഹമ്മദേ നീ പറയുന്നത് എന്ന് അവർ ആക്ഷേപ സ്വരത്തിൽ ചോദിക്കുമ്പോൾ പ്രവാചകൻ അതെ എന്ന് പറയുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ സ്വഹാബി പറയുന്നു, ഫമിൻ ബൈനി മുസഫിഖിൻ വമിൻ ബൈനി വാളിഇൻ യദഹു അലാ റഅസിഹി മുതഅജ്ജിബൻ ലിൽ കദിബി,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊള്ളു പറഞ്ഞതാണ് എന്ന നിലയ്ക്ക് ചില ആളുകൾ തലയിൽ അത്ഭുതപ്പെട്ട് കൈവച്ചു, വേറെ ചില ആളുകൾ കൈയടിച്ച് പരിഹസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം അത് വെറും ജൽപ്പനമാണ് എന്ന രൂപത്തിൽ പ്രവാചകന്റെ കൂടെയുള്ളവരെന്ന് പറയാവുന്ന ആളുകൾ പോലും പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ആ സദസ്സ് റസൂലുള്ളാഹിയോട് ചോദിച്ചു, വഹൽ നസ്തതിഉ അൻ തൻഅതലനൽ മസ്ജിദ്, താങ്കൾ മസ്ജിദുൽ അഖ്സയിൽ പോയെന്ന് പറയുന്നു, എങ്കിൽ ആ മസ്ജിദുൽ അഖ്സയുടെ നിലവിലെ അവസ്ഥകൾ വർണ്ണിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? വഫിൽ ഖൗമി മൻ ഖദ് സാഫറ ഇലാ ദാലികൽ ബലദ് വറഅൽ മസ്ജിദ്, ആ ചോദിച്ച കൂട്ടത്തിൽ അത്തരം നാടുകളിൽ പോയവർ, യാത്ര നടത്തിയവർ, മസ്ജിദുൽ അഖ്സ കണ്ടവർ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെ സാക്ഷി നിർത്തി ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പറയാൻ സാധിക്കും എന്നാണ് അവരുടെ ചോദ്യം. അവർക്കറിയാം പ്രവാചകൻ അതിനു മുമ്പ് ആ നാട്ടിൽ പോയിട്ടില്ല, മസ്ജിദുൽ അഖ്സ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒരു മുൻ അനുഭവം റസൂലുള്ളാഹിക്ക് ഇല്ല എന്നവർക്കറിയാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് താൻ കണ്ട കാര്യങ്ങൾ വർണ്ണിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ പ്രവാചകന് സംശയമുണ്ടായ സമയത്ത് എന്റെ കൺമുമ്പിൽ മസ്ജിദുൽ അഖ്സ കാണുന്ന വിധം ഞാനത് വർണ്ണിച്ചു കൊടുത്തു. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹിക്ക് ആ സന്ദർഭത്തിൽ അല്ലാഹു മസ്ജിദുൽ അഖ്സ വീണ്ടും കൺമുമ്പിൽ കാണിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന്. അങ്ങനെ അവർ ഓരോന്ന് വിശദീകരിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അമ്മന്നഅതു ഫവല്ലാഹി ലഖദ അസാബ, ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്ജിദുൽ അഖ്സനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ആ യാത്രയെ വിശ്വസിക്കാൻ അവർ വിസമ്മതിക്കുന്ന സാഹചര്യം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ആളുകൾക്കിടയിൽ ഇത് വീണ്ടും ചർച്ചയായി. കേട്ടവർ അറിഞ്ഞവർ പരസ്പരം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലം പറഞ്ഞത് വിശ്വസിച്ചവർക്ക് പോലും ഈ കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന നിലക്കാണ് നാട്ടിലത് ചർച്ചയാകുന്നത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ പരിസരത്തില്ല, അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്. അദ്ദേഹം നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്ബഹ യതഹദ്ദസു നാസു ബിദാലിക് ഫർതദ്ദ നാസുൻ മിമൻ ആമന. റസൂലുള്ളാഹി ഈ സംഭവം പറഞ്ഞപ്പോൾ മുഅ്മിനുകളായവരിൽ ചില ആളുകൾ ഇത് അവിശ്വസിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിലെ ഈ മോചസത്തെ നിഷേധിച്ചുകൊണ്ട് മുർത്തദ്ദുകളാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സംഘം അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു. അവർ ചോദിക്കുന്നു, ഹൽ ലക ഫീ സാഹിബിക് യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹി അൽ-ലൈല ഇലൽ ബൈത്തുൽ മഖ്ദിസ്, നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിൽ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, അവഖാല ദാലിക്, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ. ലഇൻ ഖാല ദാലിക് ലഖദ് സദഖ, എൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് സത്യമാണ്. പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അവർ ചോദിച്ചു, വതുസദ്ദിഖുഹു, നിങ്ങൾ ഈ ഒരു കാര്യം, ബുദ്ധിക്ക് യോജിക്കാത്ത ഈ കാര്യം, കൂടെയുള്ള ആളുകൾ അവിശ്വസിച്ച ഈ കാര്യം, ഇത് നിങ്ങൾ സത്യപ്പെടുത്തുകയാണോ? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നി ലഉസദ്ദിഖുഹു ബിമാ ഹുവ അബ്അദു മിൻ സാലിക്, ഈ പറഞ്ഞതിനേക്കാൾ വിദൂരതയിലുള്ള കാര്യം പോലും എൻ്റെ പ്രവാചകൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാറുണ്ട്. അവർ ചോദിച്ചു, എന്താണ്? ഉസദ്ദിഖുഹു ബിഖബരി സമാഇ ഫീ ഗദ്വത്തിൻ ഔ റൗഹ, പ്രഭാതത്തിലും പ്രദോഷത്തിലും വാനലോകത്ത് നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രവാചകന് ലഭിക്കുന്നു എന്ന് പ്രവാചകൻ പറയാറുണ്ട്. അതുപോലും വിശ്വസിക്കുന്ന എനിക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ ഈ മുഅ്ജിസത്ത് വിശ്വസിക്കുന്നതിൽ ഒരു പ്രയാസവും ഇല്ല എന്നാണ് അബൂബക്കർ റളിയല്ലാഹു പ്രതിവചിച്ചത്. ഫസുമ്മിയ ബിദാലിക സിദ്ദീഖ്, അതുകൊണ്ട് ആ സന്ദർഭത്തോട് അനുബന്ധിച്ചാണ് അബൂബക്കർ റളിയല്ലാഹുവിനെ സിദ്ദീഖ്, സത്യസന്ധൻ, അതേപോലെ വസ്തുതകൾ സത്യപ്പെടുത്തുന്നവൻ എന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഒരു പേര് കൂടി ലഭിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ആ
ഹദീസിൽ കാണാൻ സാധിക്കും. ഞാനിത് വിശദീകരിക്കാനുള്ള കാരണം, റസൂലുള്ള ജീവിക്കുന്ന കാലത്ത്, പ്രവാചകനായി പ്രബോധനം നിർവഹിക്കുന്ന കാലത്ത് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത ചില സംഭവങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ട നിലപാട് അബൂബക്കർ റളിയല്ലാഹു സ്വീകരിച്ച ഒരു നിലപാടാണ്. ഇസ്ലാമികമായി ഏത് വിഷയത്തിലും വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള ഏത് കാര്യങ്ങളോടും ഒരു മുസ്ലിമിനെ സ്വീകരിക്കാനുള്ള നിലപാട് ഇതായിരിക്കണം. വഹയിന്റെ പിൻബലത്തിലുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ വന്നാൽ അത് അതേപടി വിശ്വസിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിൽ, ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ, ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ അത് നിഷേധിക്കാവുന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് അവർ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗം, അത് മുഹാലാത്തുൽ ഉഖൂല്, അസംഭവ്യമായ കാര്യങ്ങൾ, ബുദ്ധിപരമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അത് നിഷേധിക്കാം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ബുദ്ധിക്ക് നിരക്കാത്തത് എന്ന പ്രയോഗം പോലും ശരിയല്ല. മറിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടത് ഫമിസ്ലു ഹാദാ യുസമ്മ മുഹാറാത്തുൽ ഉഖൂല്, ബുദ്ധിയെ അതിശയിപ്പിക്കുന്ന കാര്യം, നമ്മുടെ സാധാരണ ബുദ്ധിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന നിലക്കാണ് ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്പൊ മൂസാ നബിയുടെ ചരിത്രത്തിൽ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി. ഇതെന്താണ്? AI ടെക്നോളജിയിൽ ഏതെങ്കിലും VFX സംവിധാനം ഉപയോഗപ്പെടുത്തി പിന്നീട് കാണിക്കുന്ന ഏതെങ്കിലും ഫൂട്ടേജ് അല്ല, കൺകുളിർക്കെ ഒരു സമുദായം കാണുന്ന കാഴ്ചയാണ് മൂസാ നബിയുടെ ചരിത്രത്തിൽ ഉണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്നു. ആ വടി വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് പിളർപ്പായി ഉണങ്ങിയ വഴി അവർക്ക് ലഭിച്ചു, അവരതിലൂടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കൊന്നും യോജിക്കുന്നില്ല. ഒരു കെട്ടുകഥ പോലെ, ഒരു മായാവി കഥ പോലെ എന്ന് വഹയിന്റെ പിൻബലമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം വഹയിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലോ സുന്നത്തിലോ ഒരു വിഷയം കണ്ടാൽ നമുക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായാൽ എന്ത് ചെയ്യണം? ഫഇമ്മ അൻ യുസല്ലിമുൽ അബ്ദ് ബിഹി വയഖ്ബലഹു. ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു കാര്യം അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യണം? യുസല്ലം, അവൻ അതിന് വിധേയപ്പെടണം. വയഖ്ബലഹു, അവനത് സ്വീകരിക്കണം. വതിൽക ഹാലുൽ മുഅ്മിൻ, അതാണ് സത്യവിശ്വാസിയുടെ അവസ്ഥ. വഇമ്മ അൻ യർഫുലഹു വയറുദ്ദഹു വതിൽകൽ ഹാലുൽ ജാഹിൽ അൽ മുകദ്ദിബ്. ഇനി ഒരാള് ഒരു ഹദീസിൽ വന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം ഇത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് വഹയിന്റെ പിൻബലമുള്ള ഒരു കാര്യം നിഷേധിക്കുന്നുവെങ്കിൽ അയാൾ ജാഹിലാണ്, ആ വിഷയത്തിൽ അറിവില്ലാത്തവനാണ്. മുഖദ്ദിബ്, ആ ഒരു കാര്യത്തെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ഒരാളാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരാറുള്ളത് മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗൈബിയായ കാര്യങ്ങളിലുമാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച മുഅ്ജിസത്തിൽപ്പെട്ട കാര്യങ്ങളും ഗൈബിയായ കാര്യങ്ങളും, ആ കാര്യങ്ങൾ അത് നമ്മൾ ബുദ്ധി കൊടുത്ത് വിശകലനം ചെയ്ത് അതിനെ പിന്നെ ഒന്ന് വ്യാഖ്യാനിക്കുക എന്ന സമീപനം ഒരിക്കലും തന്നെ പാടുള്ളതല്ല. അതേപോലെ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു സമീപനം, ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ശൈലിയുണ്ട്. ഒരു കാര്യം ഖുർആനിലും ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ പറയും, ഖുർആനിലുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, ഹദീസ് മാത്രമുള്ളൂ എങ്കിൽ വിശ്വസിക്കാൻ വയ്യ എന്ന് പറയുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിക മേൽവിലാസത്തിൽ അത്തരം ചിന്തകൾ ഇസ്ലാമിക ചിന്തകളായി പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇസ്രാ മിറാജിന്റെ വിഷയത്തിലും അത്തരം വ്യാഖ്യാനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, ഇസ്രാ ഓക്കെ, അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായം തന്നെ ഖുർആനിലുണ്ട്, അത് നമുക്ക് വിശ്വസിക്കാം. മിറാജ് ഉണ്ടായി, പ്രവാചകന്മാരെ കണ്ടു, അള്ളാഹുവുമായി സംസാരിച്ചു, ബൈത്തുൽ
മഅമൂർ കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, സ്വർഗനരക കാഴ്ചകൾ കണ്ടു, ഒക്കെ ഒരു രാത്രി ഉണ്ടായി, അത് വിശ്വസിക്കാൻ വയ്യ, കാരണം അത് ഹദീസിലേ വന്നിട്ടുള്ളല്ലോ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന സമീപനം. ഹദീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ സ്വന്തം നിലക്ക് പറയുന്ന അയാളുടെ തോന്നിയ സംസാരങ്ങളല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അഭീഷ്ടമനുസരിച്ച് സംസാരിക്കില്ല, വഹ്യിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കൂ എന്നതുകൊണ്ട് ഒരു കാര്യം ഹദീസിൽ മാത്രമാണ് പറഞ്ഞത് എന്നതുകൊണ്ട് നിഷേധിക്കാം എന്ന സമീപനം ഒരിക്കലും ശരിയല്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ മിഅ്റാജിന്റെ വിഷയത്തിലും ചില സൂചനകൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മാ കദബൽ ഫുആദു മാ റആ. പ്രവാചകൻ കണ്ട കാഴ്ച പ്രവാചകന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. അഫതുമാറൂനഹു അലാ മാ യറാ. പ്രവാചകൻ ആ മിഅ്റാജിൽ കണ്ട കാഴ്ചകളെ, ആ വിഷയത്തിൽ നിങ്ങൾ പ്രവാചകനോട് തർക്കിക്കുകയാണോ? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ. മറ്റൊരു ഇറക്കത്തിലും പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇൻദ സിദ്റത്തിൽ മുൻതഹ. അതിർത്തിയിലുള്ള ആ ഇലന്തമരമെന്ന അത്ഭുതമായ വൃക്ഷത്തിന്റെ അടുക്കൽ വെച്ച്, ഇൻദഹ ജന്നത്തുൽ മഅവാ. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് ശാശ്വത ഗേഹമായ സ്വർഗവും ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ. പ്രവാചകൻ അല്ലാഹുവിന്റെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ കണ്ടിട്ടുണ്ട് എന്ന് മിഅ്റാജിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമിന്റെ ഒരു സാമാന്യ നിലപാട്, ഒരു കാര്യം വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് അതേപടി വിശ്വസിക്കുക. എന്തുകൊണ്ട്? ഇത് പറഞ്ഞത് എൻ്റെ പ്രവാചകനാണ്, ഇത് അറിയിച്ചത് എൻ്റെ പ്രവാചകനാണ് എന്ന മാനദണ്ഡത്തിൽ ആ കാര്യങ്ങളെ യഥാവിധി വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ശരിവെക്കുകയും ചെയ്യുക എന്ന ആ സമീപനമാണ് ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ടത് എന്നത് വളരെ ഗൗരവമായി ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ഈ വിഷയങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ നാം പരിഗണിക്കേണ്ട എല്ലാ വിഷയങ്ങൾക്കും അത് ബാധകമാണ് എന്ന തിരിച്ചറിവോടെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാനും പ്രമാണത്തിൽ വന്നത് കൃത്യമായി ഉൾക്കൊള്ളാനുമുള്ള മാനസികാവസ്ഥ നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരിക്കടിമപ്പെട്ടവർ സ്വബോധമില്ലാതെ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, സകല നിയന്ത്രണങ്ങളും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നവൻ, താൻ പഠിക്കുന്ന കലാലയത്തിലെ സ്ഥാപന മേധാവിയോട് കൊലവിളി നടത്തുന്ന ഒരു +1 വിദ്യാർത്ഥി, തൻ്റെ താമസ സ്ഥലത്ത് ബാൽക്കണിയിൽ നിന്ന് ആളുകൾക്ക് നേരെ ഉടുമുണ്ട് ഉയർത്തി നഗ്നത പ്രദർശിപ്പിക്കുന്ന കലാകാരന്മാർ, ഇങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ, ലഹരിക്കടിമപ്പെട്ടവർ അതിൻ്റെ ഒരു കിക്കിൽ ചെയ്തു കൂട്ടുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭയവിഹ്വലമായ കാഴ്ചകൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലഹരിയുടെ വഴിയിലേക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ ഊർന്നിറങ്ങി പോവാതിരിക്കാനുള്ള നിരന്തരമായ പരിശ്രമം, ഉണർന്ന് പ്രവർത്തിക്കാനുള്ള, കണ്ണു തുറന്ന് ജാഗ്രതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. പഴയകാലത്തെ പോലെയല്ല, എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പിൽ ലഭിക്കുന്നൊരു കാലമാണ്. സ്വകാര്യതകൾ, സൗഹൃദ ഇടങ്ങൾ, യാത്രകൾ, ക്യാമ്പുകൾ, ഇങ്ങനെ പല ഇടങ്ങളും
ലഹരിയുടെ കൂടി ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ലഹരിയുടെ വഴികളിലേക്ക് പോകാതിരിക്കാനുള്ള പ്രാർത്ഥനകളും ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതേപോലെ ഒരാളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയിലേക്ക് പോയതിൻ്റെ ദോഷങ്ങൾ ഉണ്ടായാൽ അയാളെ എഴുതിത്തള്ളാതെ അയാളെ ചേർത്ത് നിർത്തി നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോരാനുള്ള ഒരു കൃത്യമായ ഇടപെടൽ കൂടി നമ്മുടെ ഭാഗത്ത് ആവശ്യമാണ്. താരീഖ് ബഗ്ദാദിൽ നമുക്ക് കാണാവുന്ന ഒരു ചരിത്രമുണ്ട്. കൂഫയിൽ മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ല എന്ന വിഖ്യാത പണ്ഡിതൻ ജീവിച്ച കാലം അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയൽവാസി ഇടയ്ക്ക് മദ്യപിച്ച് വീട്ടിൽ ചെന്നാൽ ഭാര്യയെയും മക്കളെയും നിരന്തരമായി ഉപദ്രവിക്കും. ആ വീട്ടിലാകെ കലഹങ്ങളാണ്. ഇടയ്ക്കെപ്പോഴോ ആ നാട്ടിലുള്ള നിയമപാലകർ ഈ കള്ളുകുടിയനെ പിടികൂടി ജയിലിലടക്കുന്നു. അദ്ദേഹം ജയിലിലടക്കപ്പെട്ട ആ രാത്രി അബൂ ഹനീഫയുടെ അയൽവാസിയായ ആ ഭാര്യയും അവിടുത്തെ മക്കളും സമാധാനപൂർവ്വം കിടന്നുറങ്ങി. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂ ഹനീഫക്ക് വലിയ പ്രയാസമായി. പിടിക്കപ്പെട്ട ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് യാതൊരു പ്രയാസവുമില്ല. അയാൾ ഇല്ലാത്തതൊരു ശല്യം നീങ്ങിയ ഒരു സാഹചര്യത്തിലൂടെ പോയപ്പോൾ അബൂ ഹനീഫ ജയിലിലേക്ക് പ്രഭാതത്തിൽ പോകുന്നു. ജയിലറെ കണ്ട് കാര്യം പറയുന്നു. കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടതിൽ ഒരാൾ എൻ്റെ അയൽവാസിയാണ്, അയാളെ നിങ്ങൾ വെറുതെ വിടണം. അബൂ ഹനീഫ റഹിമഹുല്ല എന്നത് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനും ഇമാമുമാണ്. അബൂ ഹനീഫ ആവശ്യപ്പെട്ടത് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ ശുപാർശ പരിഗണിച്ച് ആ രാത്രി പിടിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ജയിലർ തുറന്നു വിടുകയാണ്. ആ കൂട്ടത്തിൽ ഈ വ്യക്തിയും പുറത്തു വരുന്നു. അങ്ങനെ അബൂ ഹനീഫ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാളും കൂടെയുണ്ട്. വീട്ടിലെത്തിയ സമയത്ത് അബൂ ഹനീഫ അദ്ദേഹത്തോട് നടത്തിയ സംസാരം, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങളില്ലാത്ത രാത്രി, നിങ്ങളില്ലാത്ത ദിവസമാണ് നിങ്ങളുടെ കുടുംബം സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് എങ്കിൽ എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? താങ്കൾക്കൊന്ന് നന്നാവേണ്ടേ? പാഴാക്കി ജീവിതത്തെ നശിപ്പിക്കുന്നതിന് പകരം ജീവിതത്തെ നന്മ നിറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് അബൂ ഹനീഫ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. ആ വ്യക്തി അതിശയിച്ചു പോയി. തന്നെ പലരും ആട്ടിയോടിച്ചപ്പോൾ, തന്നെ പലരും മോശക്കാരനായി ചിത്രീകരിച്ചപ്പോൾ, തന്റെ അയൽവാസി തന്നെ ചേർത്ത് പിടിച്ച അവസ്ഥകളിൽ അദ്ദേഹം മാനസാന്തരപ്പെടുകയും അയാൾ പിന്നീട് തൗബ ചെയ്യുകയും ആ ഒരു നീചമായ മാർഗത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരാൾ മോശമാണ്, അയാൾ വഴിവിട്ടവനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ അവരെ ജീവിതത്തിന്റെ നന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഇടപെടാൻ സാധിക്കുമോ എന്ന ഒരു ചിന്തയും സാമൂഹ്യമായ ഒരു ബാധ്യതയാണ്. കാരണം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനം, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ, എൻ്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ ഒരാളും നിരാശരാകരുത് എന്നാണ്. ഞാൻ പിഴച്ചുപോയി, ഞാൻ നശിച്ചുപോയി, എൻ്റെ ആയുസ് തുലഞ്ഞുപോയി, എൻ്റെ കുടുംബം എന്നെ തള്ളി പറഞ്ഞു, ഇനി ഞാൻ എങ്ങനെ നന്നാവും എന്ന നിരാശ ആവശ്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 100 പേരെ കൊന്ന ഒരു വ്യക്തിയുടെ തൗബയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അയാൾ തൗബ ചെയ്തു, അയാൾ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ നാട്ടിൽ നിന്നാൽ അയാൾ വീണ്ടും കേടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നല്ല തീരുമാനമെടുത്ത് അയാൾ നന്മയുള്ള ഉദ്ദേശത്തോടെ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അയാൾ മരണപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു, 100 പേരെ കൊന്ന വ്യക്തി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത ആ വ്യക്തി തൗബ കാരണത്താൽ സ്വർഗാവകാശിയായി എന്നാണ്. ഒരാള് നന്നായാൽ അയാൾക്ക് സ്വർഗത്തിന്റെ വഴികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആളുകളെ നന്നാക്കാൻ, നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുവാനുള്ള ശ്രമങ്ങൾ കൂടി സാമൂഹികമായി നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിഷയങ്ങളിലും ഇസ്ലാമിക നിലപാടുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും മോഹങ്ങളും പൂവടിഞ്ഞ് ദുനിയാവിന്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ
ജീവിക്കുവാനുള്ള അവസരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ അവരുടെ നന്മകൾ സ്വീകരിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തി ആത്മാഭിമാനത്തോടെ ഇസ്ലാമികമായി ജീവിക്കാനും ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പലതരം പരീക്ഷണങ്ങളെ, വെല്ലുവിളികളെ നേരിടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.